ഏത്തർ സിഇഒ ആയ തരുൺ മേത്ത ഒരു പുതിയ അപ്ഡേറ്റിനെ പരിചയപ്പെടുത്തുകയുണ്ടായി. എയ്പെക്സ് 450ൽ ഇൻഫിനിറ്റി ക്രൂസ് എന്ന് പറഞ്ഞ ആ ഒരു അപ്ഡേറ്റ്. ഈ ഒരു ഫീച്ചർ പുതിയ എയ്പെക്സ് കസ്റ്റമേഴ്സിന് മാത്രമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ എക്സിസ്റ്റിംഗ് എയ്പെക്സ് കസ്റ്റമേഴ്സിനെ കോൾ ചെയ്യുകയും ഈ ഒരു യൂണിറ്റ് റീപ്ലേസ് ചെയ്യുകയും ചെയ്തു. ഇത് ഇനിഷ്യലി റിവേഴ്സ് ബട്ടൺ ആയിരുന്നു. ഇപ്പം ഇൻഫിനിറ്റ് ക്രൂസ് പ്ലസ് റിവേഴ്സ് ഈ ഒരു ബട്ടണിലാണ്. ഇത് ആക്ടിവേറ്റ് ആകണമെങ്കിൽ മിനിമം 10 കിലോമീറ്റർ സ്പീഡിൽ ആക്ടിവേറ്റ് ആകും. നമുക്കിനി ഇൻഫിനിറ്റ് ക്രൂസ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 10 കിലോമീറ്റർ പ്ലസ് ആണ് സ്പീഡ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ആക്സിലറേറ്ററിൽ നിന്ന് കൈ എടുക്കുമ്പം ഏത് സ്പീഡാണോ ആ സ്പീഡിൽ ആയിരിക്കും ക്രൂസ് വർക്ക് ആകുന്നത്. ഇപ്പം ക്രൂസ് വർക്കായാണ് പോകുന്നത്. ഇതിൻ്റെ ഒരു ഡിഫറൻസ് സാധാരണ കാറിനൊക്കെയുള്ള ക്രൂസ് കൺട്രോളിൽ നിന്നും ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആക്സലറേഷൻ കൊടുത്ത് ഏതൊരു പോയിന്റിൽ ആക്സലറേറ്റർ റിലീസ് ചെയ്യുന്നോ ആ സ്പീഡായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ക്രൂസ് എനേബിൾ ചെയ്തൊരു ചെറിയ കയറ്റം കയറുവാണ്, സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് എക്കോ മോഡിലേക്ക് പോകാം. അപ്പം വീണ്ടും ഡിസെൻഗേജ്ഡ് ആയി. ക്രൂസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അത് എൻഗേജ്ഡ് ആയി. ഇനി നമുക്ക് നോക്കേണ്ടത് ബ്രേക്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഇപ്പം ആക്സിലറേഷനിൽ ഞാൻ തൊട്ടിട്ടില്ല, 40 സ്പീഡാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതിലാണ് ക്രൂസ് സെറ്റ് ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ സ്മാർട്ട് എക്കോയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് എക്കോ മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി ക്രൂസ് വർക്ക് ചെയ്യുമോ നോക്കാം. ക്രൂസ് ഇസ് അൺഅവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു ഇൻഫിനിറ്റ് ക്രൂസ് വർക്ക് ചെയ്യണമെങ്കിൽ 10 to 90 കിലോമീറ്റർ സ്പീഡിലായിരിക്കണം ഈ ഒരു സ്കൂട്ടർ സഞ്ചരിക്കേണ്ടത്. ഇത് സത്യം പറഞ്ഞാൽ ഒരു കൂൾ ഫീച്ചർ എന്ന് തന്നെ പറയാം. കാര്യം മറ്റൊന്നുമല്ല, കാറിനൊക്കെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉള്ളതുപോലെ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്നു, അതിൽ ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ക്രൂസ് വർക്ക് ആകുന്നു. അതേപോലെ ഡിസിലറേറ്റ് ചെയ്യുന്നു, മാജിക് ട്വിസ്റ്റിലൂടെ ഡിസിലറേറ്റ് ചെയ്യുമ്പോൾ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ ഫീച്ചറിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടറിംഗ്.